എനിക്കില്ല. എന്റെ നാലാണ് അടിച്ചിട്ട് എന്നെ എന്റെ വേല എന്റെ അടുത്ത് നടക്കൂല. നീ എന്റെ സാധനം എടുത്ത് അടിക്കാവുന്നതാണ്. ബസ്സിലൊന്നും ഹോട്ടലിലാണോ? ആണോ ഇവിടെ കൊണ്ടുവച്ച? ഇങ്ങോട്ട് വരാൻ വേണ്ട. ഒറ്റയ്ക്ക് അടിച്ചോളാം. നീ തമാശ കളിക്കണ്ട. സംരംഭമായിട്ട് കൊണ്ടുവരുന്ന അവനെ ഇങ്ങോട്ട് വിട്ടു. ചേട്ടാ സംരംഭമായിട്ടുണ്ട്. എന്നെ സഹായിക്കണം ചേട്ടാ, എന്നെ സഹായിക്കണം ചേട്ടാ. എനിക്ക് ആരുമില്ല. കഴുത്തെ പിടിക്കണം. ചേട്ടാ ഒന്ന് പോയി നോക്കാം. ചേട്ടാ വണ്ടി നോക്കൊന്ന് പോയിട്ട് വരാം. മാമൻ എങ്ങോട്ടാ കൊണ്ടുപോകും? എവിടെ കൊണ്ടുപോകാൻ അവനെ? എന്ത് സ്മെല്ലാടാ? എന്താടാ അടച്ച് കയറ്റിക്കുന്ന രണ്ടും കൂടി? പട്ടി നടക്കടാ അങ്ങോട്ട്. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിവൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം ഭവാനേ അമ്മേ മഹാമായി കാത്തുരക്ഷിക്കണേ ഭവാനേ. ഈശ്വരാ എന്താ ഇത് കീറിയിരിക്കുന്നേ? പഴയതായിപ്പോയി. വേറെ ഇല്ലേ? കുറവന്നെ. എന്താ ഇയാളെപ്പോഴും കിടക്കുന്നത്? മരുന്നൊക്കെ കൊടുക്കാറുണ്ട് സ്വാമി. എന്നാലും ഇയാൾക്ക് എന്താ താഴത്തിരുന്നൂടെ? ഇവർക്ക് രണ്ടുപേർക്ക് എന്താ പനിയല്ലേ? സ്വാമി സ്വാമി ഞാനത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാനത്. മറ്റു രണ്ടുപേരും ഇവിടെ മാണിയും അനിലും ആടുണ്ട് സ്വാമി. ഗേറ്റിന് അങ്ങോട്ട് പോയിട്ടുണ്ട് അവര്. മുഴുവൻ പൊടിയാണല്ലോ വിശ്വ. ഇരിക്ക് സ്വാമി.
ബാക്കി എല്ലാവരും തോട്ടത്തിൽ പോയോ? പോയി സ്വാമി. കുടുംബത്തോടു കൂടി കഴിയേണ്ട 60 നാഴികയും 3600 വിനാഴികയും കഴിഞ്ഞിരിക്കുന്നു. പണിക്കർക്ക് ഉണ്ണിക്കും വല്ലതും മനസ്സിലായോ? ഇതാവോ കരൺ പോയിട്ടോ. ആരാ വരുന്നത്? പോയി നോക്ക്. ആരാ വിശ്വട്ടാ വരുന്നത്? പുതിയ അഡ്മിഷൻകാർ വല്ലതാണോ? നോക്കിയോ, കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങളും കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്തിനാണ് ബേളം വയ്ക്കുന്നത്? കൊണ്ടുവരൂ ബഹളം വയ്ക്കാതെ കൊണ്ടുവരൂ. എന്തിനാ അവരെ പിടിച്ചു വലിക്കുന്നത്? അവിടെ ഇരുത്തു. അനിയല്ലേ ആണേ, അവിടെ ഇരുത്തു. അവിടെ ഇരുത്തു. കെട്ടൊക്കെ അഴിക്കോ. ഇവരെ അടിക്കാൻ മറ്റേ ചെയ്തോ? ഇല്ല ഇത് കവലേ കിടന്ന് അടിയുണ്ടാക്കി അവിടെയുള്ള നാട്ടുകാർ ചാകണ്ടെന്ന് കരുതി പിടിച്ചോണ്ട് വന്നതാ. ഇയാളുടെ ഇവിടെ എല്ലാം മുറിവ് കാണുന്നുണ്ടല്ലോ. ഇവന്മാരെ ഏൽപ്പിച്ചപ്പോഴേ പാടുള്ളൂ. ഈ സിംഗസൂര്യ എന്നെ അടിച്ച് ഇത് അവിടെ കിടന്ന് അടിയുണ്ടായതാ. അരുത് ഇവർക്ക് വെൽക്കം ഡ്രിങ്ക് കൊടുക്ക. വെൽക്കം ഡ്രിങ്ക്സ് മാങ്ങാത്തൊലി വാഴപ്പിണ്ടി വെള്ളത്തിന് അയാൾ വെൽക്കം ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. ഞാനിവിടെ നിൽക്കുമ്പോ എന്റെ ശബ്ദം മാത്രം, അതായത് പോലീസുകാരന്റെ മനുവനായാലും വേണ്ടില്ല. മനസ്സിലായല്ലോ? ഇപ്പൊ വന്ന 2 പേരുടെ കാര്യം ഈ 3 പേരും നോക്കണം. ഇവിടുത്തെ ചിട്ട അനുസരിച്ച് നിൽക്കാൻ പറ്റുന്നവർ നിന്നാ മതി. വിശ്വ, ഇവരുടെ കാര്യം നോക്കാം. നിനക്കൊക്കെ എന്തിന്റെ അസുഖടാ ഓരോന്നുണ്ടാക്കി വെക്കാൻ വേണ്ടിട്ട് മര്യാദക്ക് ഇരിക്കാൻ വയ്യ. മണ്ടൻ ക്രോണികൾ അടങ്ങി ഇരുന്നോടാ. എന്തെങ്കിലും തേർഡ് റേറ്റ് കളി കളിച്ചാൽ അടിച്ച് പൊട്ടിക്കും ഞാൻ. നിങ്ങൾ കളിക്കട്ടോ. സമാനപ്പെട്. ഞാൻ സമയം കിടക്കേ. രാവിലെ വന്ന് നാണം കെട്ട രണ്ടിനെ ഇടിച്ച് തൊലച്ചു. ഇവനൊക്കെ കൊല്ലാനാണോ വളർത്താനാണോ? നിനക്ക് വളർത്തിയിട്ട് എന്ത് ചെയ്യാൻ? നിനക്ക് കൊല്ലണം, അല്ലാതെ എന്ത് ചെയ്യാനാ? എല്ലാരും അവരവരെ പണി നോക്ക്. അത് തന്നെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്വാമിക്ക് അവിടെ വന്നിട്ട് ക്രിസ്ത്യൻ അവരും കാണിക്കുന്നു ഒരു കാര്യമില്ല. പറഞ്ഞ കേക്കാൻ വയ്യേ. നമ്മൾ കൊടുക്കുന്നുണ്ട്. വാഞ്ഞോട്ട് പെട്ടെന്ന് പോയിട്ട് എന്താ ഓഫീസിൽ പോയതാണ്. എന്തോടാ മനുഷ്യത്വം കാണിക്കടാ. എന്തോടാ കാണിക്കുന്നത്? പണിയുണ്ടോ നോക്ക്. ഓടി വന്നേക്കും. പയറുപൊടിയൊക്കെ എടുക്കാം. പുളിയടാ പുളി
ചെറുക്കനാണോ ചവിട്ടിയത്? ചെറുക്കനെ ചവിട്ടിയല്ലേ? നീങ്ങളാ എന്റെ കാലിനും ചവിട്ടി വെച്ചളേ. അവനൊക്കെ വന്ന ഉടനെ തുടങ്ങിയതാ പരിപാടിയുണ്ട്. അവനൊക്കെ രണ്ടിനും വാങ്ങും. നിനക്കൊക്കെ കൊണ്ടുവരാൻ അടി ഉണ്ടാക്കാൻ അടിച്ചാടാ. മുഖമൊക്കെ മുറിഞ്ഞിരിക്കണല്ലോ. പിന്നെ നോക്കടാ, അവന് ബാക്കിയുണ്ട്. കാല് വെട്ടിയോട് അടുപ്പിക്കണം സാറേ. മുറിഞ്ഞിരിക്കുന്നല്ലോ. ഇത് മാത്രമല്ല, എല്ലാം മുറിച്ചേടാ. ഇവിടെ എന്താ ഇവിടെ സിനിമയാണോ അവന്റെയൊക്കെ സൂക്ഷിച്ചോ അവന്മാരെ. വന്നപ്പോഴേ തുടങ്ങി അവന്മാരുടെ റോഡുകൾ. നീയൊക്കെ ഇവിടെ ഗുണ്ടായിസം കാണിക്കാനാണോ? നീയൊക്കെ ഇവിടെ കിടന്ന് അടി വാങ്ങാൻ നീയും നിന്റെ കൂട്ടുകാരോട് ചേർന്ന് പണ്ടത്തെ വില്ലത്തിനാണെന്ന് ഇവിടെ കാണിക്കരുത് കേട്ടോ. നീ നോക്കിയാ സാർ മതി. ഞാൻ ചെയ്യാന്ന്. ബുദ്ധിമുട്ടുണ്ടാ. നിനക്ക് എല്ലാവരും നോക്കിയോ അവന്റെയൊക്കെ കാര്യങ്ങൾ. വന്നപ്പോഴേ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ അവന്മാരെല്ലാം വലിയ ടീമാണ്. ആ ക്രിസ്റ്റി എന്ന് പറയുന്ന മാണി സാറിന്റെ മരുമകനാണ്. മനസ്സിലായില്ലേ? ആ മാണി സാർ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നക്കാരനാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് മണ്ണുവരായിട്ട് എന്ത് ചെയ്യണം? അവർ കുഴപ്പക്കാരാണ്. വന്ന നാളെ വലിയ പ്രശ്നമാണെന്ന്. അവനെന്തെങ്കിലും പറ്റിയാ? ഇല്ല ഇല്ല. പേരെന്തോടാ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഇവിടുത്തെ പൊട്ട കണ്ണിൽ അവന്മാരുടെ അടുത്ത് തള്ളും. പിന്നെ പൊട്ടക്കിണർ ഇതൊക്കെ എത്ര കണ്ടതാ നമ്മൾ. നിങ്ങളിവിടെ കൊണ്ടുവന്നത് നന്നാക്കാൻ വേണ്ടിട്ടാണ്. നിങ്ങളടുത്ത് രണ്ടുപേരുടെ ഞാൻ പറയല്ലേ. നിന്റെ വീട് എവിടാ? വീട് വീടൊക്കെ ഉണ്ട്, എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ നിന്റെ വീട് എവിടെ? വീട് ഇവിടെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിക്കണം. നമ്മൾ നന്നായെന്ന് ഉറപ്പ് വരുത്താതെ ഇവിടെ നിന്ന് നമ്മളെ പുറത്ത് വിടത്തില്ല. പോക്കൃത്തനം കാണിക്കാനാണെങ്കിൽ അവന്മാരെക്കാളും പോക്കൃത്തനം കാണിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈ കള്ളും കഞ്ചാവും അപ്പോഴും തരുന്ന സുഖം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നിനക്കൊന്നും അത് മനസ്സിലാവിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. പറ്റുമെങ്കിൽ മനസ്സിലാക്കും. അതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ. അതെ, മനസ്സിലായോ? അനിയ സ്നേഹം കൊണ്ടാണ് പറയുന്നത്. മോനെ നീയും കൂടി മനസ്സിലാക്ക് ഈ പറയുന്നതൊക്കെ. അവന്മാര് ഡ്രസ് എടുക്കാൻ വേണ്ടി എവിടെ പോയത്? അമ്മ അനിയ വാ കുളിക്കാം. പൈസ കൊടുക്കണം. ഇങ്ങതാ ഇതുകൊണ്ട് വിരിക്ക്. പഞ്ചഭൂത നിർമ്മിതമാണ് നമ്മുടെ ശരീരം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഓരോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നിങ്ങളെല്ലാം നിങ്ങളുടെ ശരീരം മലിനമാക്കിയിരിക്കുകയാണ്. അത് കാരണമാണ് നിങ്ങളെയൊന്നും ആർക്കും വേണ്ടാതായത്. നിങ്ങൾ ആ കുളിക്കുന്ന കുളം കണ്ടോ? അതിലെന്തെങ്കിലും ചത്തുപൊങ്ങിയാൽ എന്ത് ചെയ്യും? പറയൂ, എന്ത് ചെയ്യും? പറ. ബുദ്ധി ജീവികളാ എന്തോന്നുണ്ടാക്കാതിരിക്കുന്നതിനകത്ത് തോന്നുന്നുണ്ട്. ഈ കെട്ടിടവും അതിന്റെ ചുറ്റുവട്ടവും കൂടി 96 ഏക്കറുണ്ട്. അതിൽ പണിയേണ്ടി വരും. സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം കിട്ടും. ആ കുളത്തിലെ വെള്ളം കളയാൻ അതിലൊരു വാൽവുണ്ട്. അതറിയോ അയാൾക്ക്? അറിയാം സാർ. എഴുന്നേറ്റ് നിൽക്കോ. നിങ്ങളിൽ അങ്ങനെ ഒരു വാൽവുണ്ടോ? ഇല്ല സ്വാമി. അഴുക്ക് വേർപ്പ് മൂത്രമായിട്ട് തന്നെ അങ്ങ് പോണം അല്ലേ? ഇനി ഇതൊന്നും അല്ലാത്തതായിട്ട് വേറൊരു വഴിയുണ്ട്. രക്തമായിട്ട് അങ്ങ് കളയും ഞാൻ. മനസ്സിലായോ? എല്ലാവരോടും ആയിട്ടാ പറയുന്നത്.
കൊന്നു കളയും ഞാൻ, കൊന്നു കളയും. എല്ലാ കാര്യവും വളരെ കരുതലോടെ വേണം നീക്കാൻ. അതേസമയം അവിടെ നിൽക്കുന്നത് ആപത്താണ്. അതെ, കേട്ടോ, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ എല്ലാം ഒത്തു കിട്ടിയാൽ തീർക്കണം അല്ലേ? ഫിനിഷ്. വരുന്നു. ഇരിപ്പുണ്ട്. ഇവിടെ പെട്ടെന്നാണ് തോന്നുന്നത്. രക്ഷപ്പെടാൻ ഒരു മാർഗവും. നീ എല്ലാം ചുറ്റി കണ്ടോ? എന്താടാ ഒരു ഗൂഢാലോചന രണ്ടുപേരും കൂടി? ഒന്നുമില്ല. പോയി എന്തായാലും എടുത്ത് കഴിക്കാൻ നോക്ക്. ഓ ശരി സാറേ. എന്താ ബിരിയാണിയാണോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ബിരിയാണി അല്ല, രണ്ട് ഒലക്ക വിഴുങ്ങി വെച്ചിട്ട് നിന്റെ കണ്ണാക്കി തിരികെ കഴിക്കാൻ പറ്റുള്ളൂ കഴിച്ചോളാം സാറേ. തന്നെ വരാം സാറേ. വരണോ നമ്മള് നിന്നെ ഞങ്ങൾ വരാം. ഞങ്ങൾ വരാം സാറേ. നീ ഒന്നും മിണ്ടായിരിക്കും. ഉമ്മാനോടൊക്കെ സംസാരിക്കുന്ന കാര്യം. അവന്റെയൊക്കെ പോസ് ഇപ്പൊ അവിടെ എത്തണം. എത്തിയില്ലേ രണ്ടിനെയും? ശരി സാറേ. അവന്റെയൊക്കെ പണി ഉടനെ തീർത്തിന്. ഞാൻ നോട്ടിൽ നിന്നോളാം. ബാക്കി നീ നോക്കിയും കണ്ടങ്ങ് ചെയ്താൽ മതി. നിന്റെ ചവിട്ട് എന്റെ നെഞ്ചത്തല്ലേ നോക്കുന്നത്? നിനക്കുള്ള പണിയാണ്. എന്താടാ കഴിക്കാൻ വേടാ? എന്താടാ നോക്കണേ? കഴിക്കടാ അങ്ങോട്ട്. നിന്റെ കാലിപ്പോ പൊങ്ങുന്നില്ലടാ. പിന്നെ തരാടാ. ഒന്ന് പൊക്കി നോക്കടാ. എന്റെ ചെറുക്കന്റെ നെഞ്ചത്ത് നീ നല്ല കാല് പൊക്കി ചവിട്ടിയല്ലടാ. നിനക്കുള്ള പണി തരോടാ. അയ്യോ, സമാധാനത്തോടെ ആഹാരം പോലും കഴിക്കൂടാ. പെട്ടെന്നാവട്ടെ. നീടാ നീ ഇതങ്ങോട്ട് ഞാൻ അപ്പുറത്ത്. എന്നാ പിന്നെ അവിടെ ചെന്ന് ഞാൻ മടിയിലടാ. ഇവൻ തിന്നുന്നില്ലേ? എന്തൊന്നാണിത്? എന്താടാ? ഓടാ ക്രിസ്റ്റോ. നീ എന്താണ്? ഞാൻ ഇന്നലെ പറഞ്ഞത് എന്താണ്? നീ സമാധാനപ്പെട്. ഇവിടെ ഇത് തന്നെ ജോലി അവന്മാർക്ക്. പോടാ. നിന്റെ വിളച്ചിലിച്ചിരി കൂടുന്നുണ്ട്. പോകാൻ. നീ ഇരിക്കാൻ. എന്താ ഇത്? എന്താടാ വേണം അവിടെ? കഴിക്കുന്നിടത്ത് ഒരു മര്യാദ കഴിക്കാൻ വേണം നിനക്കൊക്കെ. എന്താണ് ഒരു കെട്ടിപ്പിടുത്തം നിനക്ക്? ആഹാരം കഴിക്കാൻ പോലും സമ്മതിക്കില്ല സാർ. തള്ളിക്കോട്. കൊടു അവന് തട്ടിക്കൊട്. വേറെ വീർക്ക കൊടു. കഴിച്ചിട്ട് എണീറ്റ് പോകാൻ നോക്കാം. എന്താ നിനക്ക് പഴം വേണ്ടേ? ഒരുത്തന്റെ കൂടെ കൂട്ടിട്ട് നീയൊക്കെ നമ്മുടെ തിരിഞ്ഞല്ലടാ. എന്ത് ചേട്ടാ? അങ്ങളെന്താ ഇങ്ങനെ കിടക്കുന്നത്? ചേട്ടന് വയ്യ, ഇങ്ങനെ തന്നെ എപ്പോഴും ഈ കിടപ്പ് തീരെ വയ്യേ? ആ പൊതുവെ ഇങ്ങനെ തന്നെ. എന്തെങ്കിലും കഴിച്ചാ? ഇപ്പൊ കുറച്ച് കഴിച്ചായിരുന്നു. ഓ, എന്തുമാത്രം ആഹാരം കിടക്കുന്നു. ഓ അത് ദൈവം പോലും പൊറുക്കത്തില്ല. കഷ്ടം. നീയൊക്കെ ഇവിടെ നന്നാ വന്നതാണോ? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ? അതോ അടി ഉണ്ടാക്കാൻ വന്നതാണോ? വെളിയിൽ കിടന്ന് വേല കാണിച്ചില്ലാടാ നീ ഇങ്ങോട്ട് വന്നത്? അവന്മാരല്ലേ പ്രശ്നം. നിനക്ക് നിനക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ. കേട്ടോ, നിനക്ക് എന്നെ അറിഞ്ഞൂടാ. അവനൊക്കെ പറഞ്ഞു മനസ്സിലാക്കി രീതിക്ക്. ഈ സാറുമാർ ശരിയും തെറ്റൊന്നും നോക്കുന്നവരല്ല. അതിന് ഉമാരൊക്കെ താങ്ങണോ? ഒന്ന് സമാധാനപ്പെട്. നമ്മൾ നന്നാവനല്ലേ വന്നത്. ചേട്ടാ, അവന്മാരാണെങ്കിൽ ഇതിനു വേണ്ടി നടക്കുന്നവരാ. ചേട്ടാ അതിന് ഈ പാവ എന്ത് ചെയ്യണോ? നീ പോ. അവന്മാർക്ക് എന്തെങ്കിലും എന്നോടുണ്ടെങ്കിൽ എന്നോട് തീർത്താ പോലെ. നമ്മളിവിടെ കൈവിട്ട ജീവിതം തിരിച്ചു പിടിക്കാൻ വന്നതാണ്. അത് ആദ്യം മനസ്സിലാക്ക്. എന്താ വേണ്ടേ? തിരിച്ചു പിടിക്കണ്ടേ? നീ പോടാ. പോകാൻ. മാമ മുഖത്ത് തന്നെ ക്ഷീണം. ഭക്ഷണം കഴിച്ചാ? നീ പോ. ചേട്ടാ നിങ്ങൾ കഴിച്ചാ? നീ പോ. പോവാൻ നോക്കുക. എന്നാ പഴമെങ്കിലും കിട്ടും.
പോവാന്നൊന്നുമില്ല, എല്ലാം തിരിയും. ജനീസ് പോ പോ പോ. നീ നോക്കുന്നു. വേണ്ടെങ്കിൽ വേണ്ട, വെറുതെ വിശന്ന് ചാണ്ടല്ലെന്ന് കരുതി പറഞ്ഞത്. നീ കാണിക്കുന്ന ആവേശം എന്റെ കൂടെ വന്നവനില്ലല്ലോ, അവന് നിൽക്കാൻ അറിയാം. തള്ളേ സ്വാമി, എന്താടാ എന്റെ വീട് വേണ്ടേ? ബായ് ബായ്. ചേട്ടാ ഞാൻ വിഷയത്തിന് വന്നല്ല ചേട്ടാ. വലിക്കുന്ന വേണ്ട ചേട്ടാ, വീട് നമുക്ക് ഹറാമ. അപ്പൊ കള്ളോടാ. 2 വക്ക് കിട്ടിയാൽ കൊള്ളാം. രാവിലെ തൊട്ടേ കയ്യൊക്കെ ഒരുമാതിരി. ചേട്ടാ ചേട്ടൻ വിചാരിച്ച് നടക്കും ചേട്ടാ. ചേട്ടാ ഒരു പെഗെങ്കിലും ചേട്ടാ. എന്തായാലും നിങ്ങൾ 3 പേരും കൊള്ളാം. നിങ്ങളുടെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. രാവിലെ എന്തായിരുന്നു അടി? സിനിമാ സ്റ്റൈലല്ലായിരുന്നു. ആ കാര്യം ചേട്ടൻ വിചാരിച്ച് നടക്കും ചേട്ടാ. ഒരു 2 പെഗ് ചേട്ടാ. അതേപോലെ തന്നെ ആ കിളവന്മാരവിടെ നല്ല പ്ലാനിങ്ങിലാണ്. ഉടനെ ഒരു പണി മണക്കുന്നുണ്ട്. അയ്യോ പ്ലാനിങ്, ഞങ്ങൾ പേടിച്ചു പോയി. അയ്യോ ഭയങ്കര. उधर जाओ भाई. अरे भाई एंजॉय. हमारे ഒടുക്കത്തെ ഒരു പ്ലാനിങ് കൊണ്ട് വരട്ട്. അവന്മാരെ നിങ്ങൾക്ക് അറിയത്തില്ല, കിട്ടില്ലങ്ങളാണ്. ആ പോലീസിന്റെ മാണി സാറില്ലേ, അവരെ ആൾക്കാരവര്. പോലീസുകാരാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? യവന്മാരെ അവന്മാർക്ക് പേടിയാ. അവന്മാരെ കണ്ട സാറുമാരും ഉള്ളൂ. 3 മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നവന്മാരവന്മാര്. യുവമാർക്ക് ആ പോലീസുകാരുടെ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അല്ലെങ്കിൽ സ്വാമി എന്നെ തൂക്കി തറയടിച്ച് കൊന്നനവന്മാര്. ഇവിടെ എന്തോ ഒരു പ്ലാനിങ് നടക്കും. ഉണ്ട്. അയ്യോ ഞാൻ പോവാണേ. മഴ പെയ്യുമെന്തോ. മൈക്കളെ ഒരു സൈഡിൽ കൂടെ നമുക്ക് ചട്ടമ്പിയുടെ കാര്യം കൂടെ നോക്കണം. എന്താ മണി സാറേ, ഇപ്പൊ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിഗണന ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, കൈവേനേറ്റിരിക്കുന്നേ ഉള്ളൂ. എടാ പണി നീ അങ്ങോട്ട് ചെല്ലേ. എടുത്തു മറ്റേ 3ാമത്തെ ആള്. അയാൾക്ക് കൈക്ക് സുഖമല്ല, ഇപ്പൊ വരും. ഡാ പോയി പണിയല്ല, പോടാ ചെല്ലേ. നേരെ പോട്ടെ. പോ നീ അങ്ങോട്ട് പോ. നല്ല പാട്ടാണല്ലോ ചേട്ടാ, ഞാൻ മൊത്തം പഠിച്ചു. തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും ഈ പാട്ടറിയാം. പണ്ട് അപ്പം മൂടിക്കൊണ്ടുവന്ന പാട്ടാണ്. ജീവിതത്തിന്റെ നല്ലതെല്ലാം കള്ളും കഞ്ചാവും കൊണ്ടുപോയി. എന്ത് പറയാൻ? ഈ നോഹ ചട്ടമ്പിക്ക് ഇഷ്ടം പോലെ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ആര് നോഹ ചട്ടമ്പിയാ? വിഷമിക്കാതെ വിഷമോ സങ്കടമൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടാ. തൊണ്ടച്ചന്റെ തുമ്മന്റെ പാക്ക് നിങ്ങളാരാനം നമ്മോറെ വെള്ളം തരൂരെന്ന് ചോദിക്കുന്നവരാരും കേട്ടോ. തൊണ്ടച്ചൻ ചോദിക്കുന്നവരാരും കേട്ടോ. നമ്മള് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു എന്നൊരു സംശയം. അത് സാരല്ല, അങ്ങ് വഴിയുണ്ടാക്കാം.
അത് നമ്മൾ പെട്ടെന്ന് തന്നെ സാധിച്ചു നോക്കത്തുള്ളൂ. ബാക്കി പൈസയുടെ കാര്യം കൂടെ ചോദിക്കും. അതിന് വഴിയുണ്ട്, നീ ഒന്ന് സമാധാനപ്പെടും. അവന്മാരുടെ അടുത്ത് ഇപ്പൊ ഒന്ന് ചോദിച്ചു നോക്കിയല്ലേ എവിടെ ഉണ്ടെന്ന്. അവിടെ ഞാൻ വിളിക്കാം. ജനീസേ ഇങ്ങ് വാ. ഞാനോ ചേട്ടാ? വാ ഇവിടുന്നോ ഇവിടുന്നോ വേഗം ചെയ്യും, ഞാൻ ഇപ്പൊ വരാം. അവര് ചെയ്തോളും. വാ എടാ നീയൊക്കെ അവിടെ പണിയെടുക്കടാ. വാ വാ. ഇവൻ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇവൻ ചട്ടമ്പി വിളിച്ചോളൂ. അവനറിയാത് ചോദിച്ചു നോക്ക്. നീ ആ ചട്ടമ്പിയെ കണ്ടോ? ഇല്ല ചേട്ടാ, കണ്ടില്ല. കണ്ടില്ലേ? പിന്നെ ഇന്നലെ അവന്മാർ അവിടെ ഭയങ്കര ബഹളം പാട്ടൊക്കെ ആയിരുന്നല്ലേ, എന്തുവാ? ഓ അതെ ചേട്ടാ, അവിടെ പറമ്പില്. നമുക്കൊന്ന് കൊഴിപ്പിക്കണ്ടേ? എനിക്കറിയില്ല അവന്മാരെ എവിടെയാന്ന്. ചേട്ടാ അറിയില്ല. നീ ചോറ് കഴിച്ചായിരുന്നോ? കഴിച്ചേട്ടാ. ഭയങ്കര ക്ഷീണമുണ്ടല്ലോ, കുറച്ച് വെള്ളം കുടിക്കാൻ. നീ എന്താ പണിയൊന്നും എടുക്കാതെ നിൽക്കുന്ന? ഇവിടെ പാട്ടൊക്കെ പാടി നടക്കുന്നുണ്ടായിരുന്നു. ആ അവന്മാരെവിടാ ഇപ്പൊ പണി നടക്കുന്നേ? എന്തോ വരാൻ നേരത്തെ ശബ്ദമോ മറ്റെന്തൊക്കെ കേട്ടായിരുന്നു. നീ കണ്ടാ ചട്ടമ്പി എവിടെ ഉണ്ടെന്ന്? അറിയത്തില്ല, സൗണ്ട് കേൾക്കുന്ന കേട്ടാ. അവരവിടെയാണെന്ന് തോന്നുന്നു. നിനക്ക് ബീഡി വേണോടാ? തരൂ ഉണ്ടാ. നീ പോയിട്ട് ഇവിടുന്ന് കഴിക്കൊന്നും ഇല്ലടാ. ആ ചട്ടമ്പേഞ്ഞ് വിളിച്ചോണ്ടോ പെട്ടെന്ന് കേട്ടോ. നീ പോട്ടോ. ബീഡിയൊക്കെ തരാം, പോയിട്ട് വാടാ. ചേട്ടാ എനിക്കൊരു വീഡിയോ കേട്ടോ ജനീസേ, നീയും കൂടെ അമ്മാരോടെ പോയിട്ടോ. നീ അവിടെ പോയിട്ടേ ആ ചട്ടമ്പിയോട് പറ, താമസിച്ചാലേ ഞങ്ങൾ അങ്ങോട്ട് വരും. പിന്നെ അത് വലിയ പ്രശ്നങ്ങളാവും. നമുക്ക് അവിടെ ഒന്ന് പൊളിക്കാം. പോയിട്ട് വാ. പോണ വഴിക്ക് അണ്ടിന്ന് എങ്ങാനും പറക്കി അവിടെ അവിടെ കറങ്ങത്തിരി നിൽക്കരുത്. നേരെ അങ്ങ് എത്തിക്കോളണം. പെട്ടെന്നല്ലേ ഓട് ഓട് ഓടിപ്പോ. സംഭവം ഒന്ന് കൊഴിപ്പിക്കാം. ആമാർക്ക് ഇച്ചിരി കുഴപ്പം. അതാ ഞാനും പറഞ്ഞ കുറച്ച് കൂടുതല. എല്ലാത്തിന്റെ നെയ്യ് കൊടുക്കണം. എന്താ അല്ലേ, എന്തുമാത്രം സ്ഥലങ്ങളാ. മദ്യപിച്ച് നടന്നപ്പോൾ ഇതിൻ്റെ ഒന്നും സുഖം അറിയാൻ പറ്റിയില്ല. ഇപ്പോഴാണ് വായു, അതിൻ്റെ ഗന്ധം ഒക്കെ മനസ്സിലായത്. ആർക്കും വേണ്ടാത്തൊരു ജന്മം. എന്തോ ഒരു ലൈഫായിരുന്നു നമ്മുടെ. ഇതിലൊക്കെ നമ്മളെ തന്നെ കുറെ കുറവുകളില്ലേ. കണ്ട മാനം വെള്ളം അടിച്ച് ഇങ്ങനെ നടന്നിട്ട് ആർക്കും വേണ്ടതായപ്പോ ഇവിടെ കൊണ്ട് തള്ളി. നേരെ വെക്കാൻ നമ്മൾ ആർക്കും വേണ്ട മോനെ. നമ്മളോ ഇങ്ങനെ ആയി, നീയൊന്നും ഇങ്ങനെ ആവാൻ പാടില്ലേ. നീ കാണുന്നില്ലേ എത്ര കാലായി ഇതിനകത്ത്. ഇതിനുണ്ടെങ്കിൽ നമ്മ തന്നെ ആയി തോന്നുന്നു. കയ്യുന്നില്ലടോ, നടു വേദന, കാല് വേദന, നാക്കലിങ്ങനെ ആയാലും പണ്ടേ നിർത്തിക്കൂടായിരുന്നാ. നീ കുടിച്ചാലോ അമൃതല്ലേ ഇപ്പോ. ചൂടാവല്ലോ. ആരൊരു കാര്യം പറഞ്ഞു പോവാൻ തോന്നില്ലല്ലോ. പണിക്കരെ പണിയൊന്നും പോരാ. പണിക്കരെ ബാക്കിയുള്ളവന്മാരൊക്കെ എവിടെടാ? വേഗം പാടാ ചേട്ടാ. എന്താടാ ചേട്ടാ ചേട്ടാ എണീക്ക് എണീക്ക്. ചേട്ടാ അവന്മാർ ആ പാടെ ഇവിടെ കളിപ്പാണ്. ഇത് എന്തിന്? ചേട്ടനെ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞേക്കാണ്. ആര് ക്രിസ്ത്യ? ഒരു പാട്ട് പാടിയാ മതി. എന്താ പറയുന്നത്? അയാൾ ജോലി അവന്മാരാ പണയിരിക്കാൻ, അല്ലെങ്കിൽ അവന്മാർ ഇങ്ങോട്ട് വരും. ചേട്ടനെ വിളിച്ചോണ്ടല്ലാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ എഴുന്നേക്ക്. ഞാൻ വരാം. നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ആ പണയിലുണ്ട്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. ഞാൻ പോയിട്ട് വരാം. അയാൾ ഇവിടെ തളർന്ന് പാട്ട് കിടന്നതല്ലേ? പാടിയാ മതിയല്ലോ. അല്ലെന്ന് ഇവിടെ തളർന്ന് കിടക്കല്ലേ. കുഴപ്പമില്ല. അല്ലെങ്കിൽ അവന്മാർ ഇങ്ങോട്ട് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ പാടം അറിയാലോ. ഒരു പാട്ട് പാടുന്ന കാര്യമല്ലേ ഉള്ളൂ. ആയിട്ടാ ഒരു പാട്ട് പാടിയിട്ട് ഞാൻ വരാം. ഞാനും വരാം. നീ ഇപ്പൊ പോണ്ട, നീ ആടിരിക്ക്. നീ പോണ്ടെന്ന്, നീ ആടിരിക്ക്. അവരെ കാര്യം നീ ആടിരിക്ക്. ആ ഇരിക്ക്. അപ്പൊ നിങ്ങളെല്ലാരും കൂടെ ഇല്ല നീ പോരുത്. ഞാനൊന്ന് പോയി നോക്കാം. ഇനി അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണം. മനസ്സിലായില്ലേ? ഞാനും വരടാ. പോണില്ലേ? നമ്മളൊന്ന് പോയി നോക്കാം. നീ ഇവിടെ ഇരുന്നോളണം കേട്ടാ. നീ ഇവിടെ ഇരുന്നോളണം കേട്ടാ. നീ അങ്ങോട്ട് വരണ്ട. നിന്നോടാണ് അവർക്ക് പ്രത്യേക ഇതില്ലത്. ചവിട്ടണ്ട ചവിട്ടണ്ട, അവ എടുത്തോളൂ. വാടാ. എന്താടാ അവരൊക്കെ എവിടെ? അവന്മാരങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ എന്താ വന്നേ? ഇതെടുക്കാൻ വന്ന ചട്ടമ്പയുടെ കുറുക്കിലെന്തോ കടിച്ചിട്ടുണ്ട്. ശരി ശരി. വിട്ടുകുത്തിയൊക്കെ എടുത്തോടാ. നിന്നോട് കയറിയിരിക്കുന്നത് നിന്നോട് വന്നവന്മാരൊക്കെ എവിടെടാ രാവിലെ? എനിക്കറിയില്ല. നിന്റെ കൂടെ അല്ലാടാ അവന്മാർ വന്നത്. സാറേ ചുമ്മാ സാറേ ചോദിച്ചാ മനസ്സിലാവില്ലടാ. മനസ്സിലാക്കിപ്പിച്ച് തരണോടാ. ജീവിച്ചു എന്താ സാറേ ഇത്? സാറേ വേണ്ട സാറേ, വിട സാറേ. എവിടെ വെച്ചാ കൊണ്ടോടാ. എന്റെ മേക്കെട്ട് ഞാനല്ലേ മറ്റന്മാരെ കൊണ്ട് എനിക്കിവിടെ കാണണം. ജീവിക്കട്ടെ സാറേ. മുട കയറുന്നുണ്ട്. എന്നെ അറിയണോ? നീ അടങ്ങ്. കേട്ടിട്ടുണ്ട്, അറിയിച്ചു തരാം. എവിടെ നിന്ന് കിട്ടി ഇതിനെ?
ചട്ടമ്പി ഇന്നലെ പൊളിച്ചല്ലേ അവിടെ പാട്ടൊക്കെ പാടി പാട്ട് പാടി നമുക്കൂടെ ഒരു പാട്ട് പാടണ്ടേ? പാട്ട് പാടി പൊളിക്കട്ടെ. ആ. ബില്ലൊക്കെ എടുത്ത് തുടങ്ങാം. വാ ചട്ടമ്പി. പാടി ആ ചട്ടമ്പി. ചട്ടമ്പി ഒന്ന് പൊളിച്ചാ. ആ, ചട്ടമ്പി. ഇരി ചട്ടമ്പി അവിടെ. ഇരി. ചട്ടമ്പി, ഇരി ചട്ടമ്പി. ചട്ടമ്പി പാടാ. ഒരു പാട്ട് ഞാൻ പാടി ഇതിനെ കുറിച്ച് ചട്ടമ്പി. പാടിയിട്ട് അവസരം തരാം. ഇരി. പാടി ചട്ടമ്പി. ചട്ടമ്പി പാടും 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 ചട്ടമ്പി പാടുവോ? എനിക്ക് വേണ്ടി ചട്ടമ്പി പാടും. പാട്ട് മാത്രം പോരെ, ക്യാമറ ഡാൻസും വേണം. ചട്ടമ്പി പാടട്ടെ. പാടാം സമാധാനം പാടട്ടെ. പെട്ടെന്ന് പാടാം. നീ ഇവിടെ നില്ലടാ അങ്ങോട്ട്. കേക്കട്ടെ. ഇതല്ല ഇതല്ല ക്യാമറ പഴമചരിതമെഴുതിയൊരു മണത്തരികേ നമ്മുടെ അച്ഛന്റെ പ്രായമല്ലേ കൃഷ്ണൻ. പതിയെ വിടറ പാമ്പ് പിടിച്ച മനുഷ്യനെ നീ അവന്മാരെ കൂടെ മുണ്ടൊക്കെ എടുത്തോട്ട് വിളിക്കാൻ അണ്ണൻ അങ്ങനെ വിഷമിക്കണ്ട. ഇവന്മാരെ കുറെ കാലം ഇങ്ങനെ അണ്ണൻ അങ്ങനെ വിഷമിക്കണ്ട. ഇതിപ്പോ കാലായി അനുഭവിക്കുന്നു നമ്മള്. അങ്ങനെ വിഷമിക്കണ്ട അണ്ണൻ, അങ്ങനെ വിഷമിക്കണ്ട കേട്ടാ. അത് പോട്ടെന്ന്, അത് വിട്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞങ്ങളുടെ മുണ്ട് വരെ കൊണ്ടുപോയി. സാരില്ലെന്നേ, സാരില്ല. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്താടാ എന്താ പറ്റിയ? ചേട്ടാ ചേട്ടാ ഇരുന്നേക്ക്. അവന്മാര് വയസ്സൊക്കെ നോക്കേണ്ടേ പിള്ളേര്. കുഴപ്പമൊന്നുമില്ല ചേട്ടാ. ചേട്ടനെ ഉടുപ്പിച്ചേ. സുഭാഷ് ഇതൊന്ന് ഉടുപ്പിച്ചേ. മുണ്ടൊടി ചേട്ടാ. സാറേ എന്തുവാ സാറേ ഇത്? എന്തോന്ന് ചെയ്യാനാണ്. ഒന്നുമില്ലെങ്കിൽ അവന്മാർക്ക് പ്രായത്തെ ഒന്ന് ബഹുമാനിക്കണ്ടേ? എന്തൊരു ചേല ചെയ്തത്. ഇങ്ങനെ കാണിക്കാൻ വലിയ നോഹ ചട്ടമ്പി. വാർത്തയ്ക്ക് വായിച്ച നിങ്ങളൊക്കെ മനസ്സിലാണ് ഇതൊക്കെ ഉടുക്കാതെ നടക്കും. അല്ലെന്ന് നമ്മ ഇത്രയും പേര് 10 പിള്ളേരെ പേടിച്ചിട്ട് നമ്മളെന്ത് ചെയ്യാനാ? അവന്മാരെ എതിർത്ത് കഴിഞ്ഞാൽ കിടത്തി ഉറക്കത്തില്ല. ഇടിയെ പേടിക്കും, വലിയെ പേടിക്കരുത്. നാറും. അവരെല്ലാരും ഉണ്ടായിരുന്നോടാ ഇവിടെ? കൊറേ നാളായി. ഇപ്പോഴല്ല ഈ ശൗര്യം കാണിക്കേണ്ടത്. പോട്ടെ ചേട്ടാ, ഞാൻ കൊടുത്തു തരാം. നീ പോടാ.
അറിയില്ല ഏട്ടാ. എന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പറയുന്ന കേക്ക്. പോടാ നീ പോ. വാ ചേട്ടാ, നിങ്ങൾ അവനോട് പോട്ടെ. ഇത്തവണ വളം വെക്കരുത്. എല്ലാരും വിളിച്ചിട്ട് പെട്ടെന്ന് വാ. ഇപ്പൊ ഞങ്ങൾ വരല്ലേ? അവിടെ പണിയുണ്ട് കേട്ടാ. പെട്ടെന്ന് വരണം. എടാ, ഇവിടെ കുത്തിയിരുന്ന് കളയരുത്, അവിടെ പണിയുണ്ട് കേട്ടാ. ഇനി പറ, തല്ലാനും കൊല്ലാനും ഞാൻ റെഡിയാ. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? അതിപ്പോഴാണോ മനസ്സിലായത്? എത്ര കാലമായി മോനെ ഞാനീനകത്ത്, എല്ലാം നമുക്കറിയാം. എല്ലാത്തിനും ആ പൊട്ടൻ കിണറ്റ് കൊണ്ട് ചവിട്ടി താക്കും. ഇത് നീ നമ്മ വിചാരിക്കുന്ന പോലെ അങ്ങനെ അത്ര എളുപ്പത്തിലെ കാര്യമല്ല. നീ മനസ്സിലാക്കണം. നീയൊക്കെ നന്നാവാനും സമ്മതിക്കത്തില്ല. പണി നമ്മൾ കൊടുക്കും. കൂലി വാങ്ങിച്ചിട്ട് അവന്മാർ പോകും ഒട്ടക്കിണറ്റിലേക്ക്. വാ. ആ കളവന്മാരുണ്ടല്ലോ, ആര്? അവന്മാരോ? അവര് ഭയങ്കര ദേഷ്യത്തിലാണ്. സൂക്ഷിച്ചാ കൊള്ളാം. അവന്മാരാ വാദം പിടിച്ച് കുഴമ്പം വെച്ചോണ്ട് നടക്കണം. അവന്മാരെ നമുക്ക് ഇട്ട് എന്തോന്നും ഉണ്ടാക്കാനാണ്. അവന്മാര് നമ്മളെ മിഴുങ്ങുവോ? എൻ്റെ കൂടെ വന്ന ആ ഇസയുണ്ട്, അവനൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ തടവും. 3 മാസം ഗർഭിണിയായ ഒരു പെണ്ണിനെ ദേ പച്ചക്ക് ഇന്നവരാ ഈ 3 പേര്. പിന്നെ അവന്റെ അടുത്തൊക്കെ പോവാൻ പറ. കളവന്മാര് സംഘം ചേർന്നിട്ടെന്നാ ചെരക്കാൻ പോണ. വല്ലപ്പോഴും വരുന്ന സ്വാമിയുടെ മുമ്പിൽ എങ്ങനെ നിൽക്കണമെന്ന് നമുക്കറിയാം. സ്വാമി അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ ഭരിക്കണമെന്ന് നമുക്കറിയാം. ഇവിടെ കാലെടുത്ത് കുത്തിയപ്പോഴേ അണ്ടേ എന്റെ നെഞ്ചത്താ അവൻ ചവിട്ടിയത്. അതിനൊരു മുട്ടം പണി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. താമസിയാതെ അത് അവന് കിട്ടും. നീ നോക്കി കണ്ടു എന്നാ നിനക്ക് രക്ഷപ്പെട്ടു വാ. റിട്ടയർഡ് ചട്ടമ്പി വരുന്ന ഇപ്പം മൊത്തം ആയുധം വെച്ചുള്ള കളിയാണെന്ന് ചട്ടമ്പി. എന്താണ് കൈപ്പണിയാണ്? പോലെ മുറിക്കാനൊന്നും കാണാനില്ലല്ലോ ക്ഷീണം. എന്താടാ നേതാവ് എന്താടാ പുറകിലായി പോയത്? കയ്യില് വടിയുള്ളവൻ പിറകിലേ നടക്കൂ. നിനക്കിനി വടി വേണോടാ? കണ്ടോടാ ഞാൻ മുന്നിലായത്. കളിക്കാൻ നിന്നോ? വിടട്ടാ. നീ വാ കേറ്. വാങ്ങോട്ട് ഓടാഞ്ഞോട്ട്. കൊല്ലണോടാ അവന്. എന്നാ നെഞ്ചോട്ട് ചവിട്ടിയതാ. കൊല്ലണോ അവന്. ഇന്നത്തെ സംഭവത്തോടുകൂടി ഒരു കാര്യം മനസ്സിലായോ? നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരുത്തനും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏട്ടാ മരുന്ന് കൂടി. ചേട്ടാ ചേട്ടാ ഒന്ന് പിടിച്ചു. വലിയ കഷ്ടമായി പോയല്ലോ ഇപ്പൊ ഇത്. ഒന്നും കൂടി ചെല്ലാം. പ്രശ്നമൊന്നുമില്ല, മടുത്തു എനിക്ക്. അവര് വേദനിപ്പിച്ചിട്ടുണ്ട്. സുഭാഷേ ഇത് കൊടുത്തേന്ന്. ഇതൊരു കഷ്ടമെന്നറിയാം. ആദ്യം ആ 2 സാറന്മാരെന്ന് പറഞ്ഞ വായി നോക്കി പണി കൊടുക്കണം. എന്നെ കുറിച്ച് അവനെ പറഞ്ഞ ഇത് കണ്ടല്ലോ കിടക്കുന്നേ. ഇതുപോലെ ആയിക്കളെ എല്ലാത്തിനും. ഓ കൊറേ ആക്കും. അവനൊന്നും പറഞ്ഞില്ല. പറയണ നിനക്ക് തലേ കയറില്ലടാ. നീ അധികം വിളയണ്ട. നിന്റെ സമയം അടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൂന്നേരം തിന്നാൻ കിട്ടുന്നില്ലടാ നിനക്കൊക്കെ. എന്നിട്ടാണോടാ നമ്മളടുത്തോട്ട്? എന്താണ് എല്ലാവരും ഒന്നിച്ചു നിൽക്കാതെ? ആണെന്ന് പറയണം. നീ ചുമ്മാ അവന്മാർ പോയിട്ടില്ല. എന്തിനാ അവന്മാരൊക്കെ പേടിക്കണേ? ഇതെനിക്ക് അറിയാഞ്ഞിട്ടാണ്.
ഇത് വലിയ പ്രശ്നമാണ്. എനിക്ക് അടങ്ങാൻ പറ്റത്തില്ല. ലക്ഷക്കണക്കിന് രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ച് നിന്നെ കൂടെ കൊണ്ടുവന്നത് നിന്റെയൊക്കെ ഉമ്മാക്കി കാണാനല്ലോ. ഇങ്ങനെ പോടാ ഞാൻ ഒരു വിഷയത്തിന് വന്നല്ല. നോക്കി നടക്കുവായിരുന്നു. ഒരു കാര്യം പറയാൻ വേണ്ടി ഒളിച്ചൊന്നും ഇവിടെ എനിക്ക് പേടിച്ചിട്ട് അവിടെ കിളവന്മാരെല്ലാം നിങ്ങൾക്കെതിരെ വമ്പം പണി പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവനെ സൂക്ഷിക്കണം. എന്റെ 10-20 വർഷത്തെ പോലീസ് ജീവിതാനുഭവം കൊണ്ട് പറയുക. കേട്ടാ നിങ്ങൾക്ക് കൊള്ളാം. നമ്മളവന്മാരെ പൈസ വാങ്ങിച്ചിട്ട് വീട്ടവന്റെയും പട്ടണത്തിന്റെയും കാര്യങ്ങൾ നമ്മൾ നോക്കുന്നില്ല. സാർ അവനെ നന്നാക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ട്. 5-ാം തീയതി നമുക്ക് നോഹയെ കടത്താം. അതുവരെ സാർ വെയിറ്റ്. മറ്റവനോ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നടക്കാം. കാലം കൊണ്ട് ഇതിന്റെ പുറകെ നമ്മൾ നടക്കാം. പൈസകളും ലക്ഷങ്ങളും വാങ്ങിയിട്ട് ഇവന്റെ പുറകെ നടന്നിട്ട് ആവശ്യമുണ്ട്. എന്റെ മുണ്ടും ബേ ഉരും തോന്നുന്നു. ഉണ്ണി ഇന്നത്തെ പണിയൊക്കെ തീർന്നോടാ? അപ്പോഴൊക്കെ പാട്ടും മുണ്ട് പറിക്കലല്ലോ. ഇങ്ങനെ പോലെ എന്റെ പണി നേരത്തെ തീരും. നിനക്ക് വല്ല മനസ്സിലായി? ചട്ടമ്പി സൂപ്പർ പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ആടിപ്പോളി. രാത്രിയിൽ പ്രശ്നം നിന്നോട് പറഞ്ഞതാണ്.
ഒന്ന് പോയി നോക്കടാ, ഒന്ന് പോ. നിന്നെ കൊല്ലണം. എടുക്കാൻ പാടാ ഇങ്ങോട്ട്. ആരായിരിക്കും? ഇങ്ങോട്ട് വാടാ, വയ്യാതെ നിൽക്കുന്നു. ഇങ്ങോട്ട് വാടാ. തുടങ്ങിയല്ലടാ നിന്റെയൊക്കെ പരിപാടികൾ. ഇന്നലെ നടന്ന സംഭവങ്ങൾ എന്തെങ്കിലും നീയോ നിന്റെ കൂട്ടത്തിലുള്ള ഏവനെങ്കിലും ഒരുത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ അന്നത്തോടെ അവന്മാരെയും തീർക്കും, നിന്നെയും തീർക്കും. എല്ലാരും കൂടെ വാണെടുത്താടാ മറ്റവന്മാരൊക്കെ. ഇനി നോക്കിക്കോ, സോമൻ പറഞ്ഞ നേരത്തെ അവനെങ്കിലും നാക്കെടുത്തിട്ടുണ്ടെങ്കിൽ വിശ്വട്ടം പുറത്തുപോയി സ്വാമി. ബാക്കിയുള്ളവരൊക്കെ അവിടെ ബാക്കിയുള്ളവരെല്ലാം തോട്ടത്തിലുണ്ട്. പണി ചെയ്തിട്ടാണോ പോയത്? അനുസരണ വേണം. ആരാടാ ഈ പണി ചെയ്ത്? നിന്റെയൊക്കെ വായിലെന്താ പഴമാണോ? ഇന്നലെ രാത്രി ആരും ഇല്ലായിരുന്നു ഇവിടെ. ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനൊരു സംഭവം. കയ്യിൽ പുരണ്ട രക്തത്തിന്റെ കണക്ക് നിന്റെയൊക്കെ കണ്ണുകൾ പറഞ്ഞു തരും. അറിയാവുന്നവരെ പെട്ടെന്ന് പറഞ്ഞോ. നിങ്ങളൊക്കെ നല്ലതായെന്ന് വിചാരിച്ച എനിക്കാണ് തെറ്റിയത്. നോഹ, ആരാ ചെയ്ത്? എനിക്കറിയില്ല. ചട്ടമ്പി ആരാ പേടിക്കുന്നത്? ഞാൻ പറയും. വിഷയം എന്താ പറഞ്ഞ? സമയം ആ രഞ്ജിത്താ ചെയ്തേ. നീ കണ്ടാടാ ഞാൻ കുത്തുന്നത്? നിന്റെ തന്തയാ കുത്തുന്നത്. പിടിച്ചു കെട്ടാ അസുരനെ. എന്നെ പിടിക്കണ്ട. മുണ്ടുകൊണ്ടല്ല, മുണ്ടുകൊണ്ടല്ല, കയറെടുക്ക്. നീയാണിത് ചെയ്തത്. ഞാൻ ചെയ്തതിന് എന്താ തെളിവ്? നീ ചെയ്ത തെറ്റാണ് ചോദ്യം മറന്ന് കിടക്കുന്നത്. എന്നെ കെട്ടണ്ട. അതെനിക്കറിയാം. എന്താടാ സ്വാമി ആസാമി കള്ളസ്വാമി? നീയൊക്കെ വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് ഇതൊക്കെ. ഇയാളെ അനുപ്പിക്കും. അവനൊക്കെ ചവിട്ടുകള്. ഒരു കൃഷ്ണയും വരൂല. ക്രിസ്റ്റോ മൈക്കിളേ വാടാ വാടാ എടാ വാടാ. എടാ സ്വാമി, എടാ കള്ളസ്വാമി, നാട്ടാരെ പറ്റിച്ചു തിന്നുന്ന തെണ്ടി. വെള്ളം കൊടുത്തു വരുന്നത് അവന്. എവിടെ പോന്നടാ? കെട്ടച്ചിട്ട് പോടാ തെണ്ടി. ഇന്നലെ അവിടെ പ്രശ്നം നടന്നിട്ട് വിഷ്ണുവിടെ രാവിലെ പോയത്. ഇല്ല സ്വാമി, മോന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഏൽപ്പിച്ച അതിനനുസരിച്ച് നിൽക്കണം. മാരിയെ കൊണ്ടുവരണം. എന്തിനാ സ്വാമി? ഗുഹയിലേക്ക്? അതെ,
ഇല്ലെങ്കിൽ സംരോയിൽ ഒരു മരണം സംഭവിക്കും. കൊണ്ടുപോകുമ്പോൾ എല്ലാവരും കാണണം. എന്തിനെന്നറിയോ? ഒരു ഭയത്തിന്. ഭയം മനുഷ്യനെ അനുസരണയുള്ളവനാക്കും. നടക്കടാ, എല്ലാവരും പോയി അവനെ കെട്ടഴിച്ചു വിടാം. അവന്റെ കെട്ടങ്ങാരം അടിച്ചാലുണ്ടല്ലോ, വൈകുന്നേരം കത്തി മാത്രമേ എടുത്തുള്ളൂ. ഇനി നിന്റെ ഒക്കെ പള്ളക്ക് കയറ്റും. അവന്റെ വാങ്ങി കേൾക്കാതാ കെട്ടങ്ങിയുടെ ക്രിസ്റ്റോ നോക്കവന്. ഞാനിവിടെ ഇല്ല, എനിക്ക് കുത്തേണ്ട ആവശ്യമില്ല. എന്റെ ചെറുക്കനെ കുത്തിയല്ലടാ നീ. അഴിച്ചു വിടണം പന്നി. എന്റെ ചെറുക്കനെ കഴുത്തി പിടിക്കുന്നോടാ. ഇന്നലെ രാത്രി എന്തിനാണ് എന്നെ കുത്താൻ വന്നേ? പണിയാ നോക്കിയല്ലേ? ഇന്നലെ എന്റെ രഞ്ജുവിന് നേരെ എന്തിനാടാ കത്തിയായിട്ട് വന്നേ? എടാ ഞങ്ങൾ ആരാന്ന് നിനക്ക് അറിയാമോടാ? എടാ 9ാമത്തെ വയസ്സിൽ ചോരയിൽ കളിച്ചു തുടങ്ങിയാടാ ഞങ്ങള്. അറിയാമോടാ ഞങ്ങക്ക്? പറയട്ടെ. നിന്റെയൊക്കെ ചോരയുടെ കളി ഇവിടെ നിൽക്കട്ടെ. ഇന്നലെ രാത്രി ആള് മാറിപ്പോയണ്ട. വീഡിയോ ഉണ്ടോടാ? പറയട്ടെ. എന്നെ ചൊറിയാൻ നീയൊക്കെ ഇവിടുന്ന് പുറത്തിയടിക്കാൻ നോക്കുന്ന ആരെയാണോ അവനെ തീർക്കാമെന്നാണ് ഞാൻ. നിനക്ക് ആരാടാ ഈ പണിയുന്നത്? അതവിടെ നിൽക്കട്ടെ. ലോകാച്ചട്ടമ്മിയെ കൊന്നുകൊടുത്ത അയാളുടെ സ്വത്തിന്റെ പകുതി എനിക്കാ. എന്റെ കൂടെ നിനക്കൊക്കെ തള്ളിത്തരാടാ. അപ്പൊ നിന്റെ കൂട്ടാളിക്ക് പങ്കുണ്ടോടാ? കൂട്ടുകൃഷിക്ക് എനിക്ക് താല്പര്യമില്ലടാ. നിന്റെയൊക്കെ ഏമാന്മാര് തരുന്ന നക്കാപ്പിച്ച കൊട്ടേഷൻ അല്ലിത്. എടാ നിന്റെയൊക്കെ താല്പര്യം ഇത് തന്നെ ആയണ്ട കൂടെ നിൽക്കാൻ പറഞ്ഞത്. നീയൊന്ന് ഇന്നലെ വരെ കണ്ടതല്ലടാ ജെനീസ്, കാണാൻ പോകുന്നതേ ഉള്ളൂ. നീയൊക്കെ വെറും കോമാളിയാണെന്ന് വിചാരിച്ചോടാ ഞാൻ. നീ അടങ്ങ്. നീയൊക്കെ തിളയ്ക്കുന്ന ചോര കണ്ടിട്ടോടാ, തിളയ്ക്കുന്ന ചോര നോക്കടാ. നീയൊക്കെ കൂടെ നിൽക്കുന്നെങ്കിൽ നിൽക്ക്. അവനൊക്കെ ചോരയുടെ കണക്കും പറഞ്ഞ് എന്റെ അടുത്ത്. എടാ എടാ ഇന്ന് ഇങ്ങോട്ട് കാര്യമായിട്ട് നടക്കും, അത് ഉറപ്പാണ്. എന്ത് വേണമെന്ന് നടന്നോട്ടെ, നമ്മ അതിൽ ഇടപെടണ്ട. മനസ്സിലായില്ലേ? നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ഏത് കാര്യത്തിൽ പോയിട്ട് ഇടപെടും. അങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ, അത് തോന്നിച്ചടാ എനിക്ക്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇവന്മാർ ഗർഭിണീനെ വരെ ചാമ്പ്യറ്റ് വന്ന ആൾക്കാരാ. ഒന്നുമില്ലേ, 2 നേരം ഭക്ഷണം കിട്ടുന്നില്ലേ? ഓക്കോ മൊക്കോ നമ്മളെ വേണ്ട, ഇല്ലത് കിട്ടി കഴിച്ചു കൂട്ടി മിണ്ടാതിരിക്കുന്നില്ല സുഖം. അതാ പറയുന്നത്, പോയാലെ കുളിക്കുക, ഏതെങ്കിലും ഒരു മൂലക്ക് പോയിട്ട് കിടന്നുറങ്ങും. അതെ. ആ വാ. എവിടെയാടാ എന്നെ കൊണ്ടുപോകുന്നേ? ഒന്നും മിണ്ടാതിരിക്കടാ. നീ എന്ത് നീ പറഞ്ഞോണ്ടിരിക്കുന്നു? നമ്മുടെ ബാക്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ? നിന്നിട്ട് കൊണ്ടുപോടാ. വെള്ളമല്ലാതെ കത്തിയെടുത്തിട്ട് കുത്തിയിട്ട് നിന്റെ നോക്കിക്കോ. എന്തെന്ന് ഇതെല്ലാം
നിന്നെ സിനിമ കാണിക്കാൻ കൊണ്ടുപോകും നീ വേണ്ടാത്ത പണി കാണിച്ചിട്ടല്ലേ ആയത് നീ അനുഭവിക്കും ഇന്റെ ശബ്ദം ഒരു കുഞ്ഞിയും കേൾക്കില്ല. കൊണ്ടുപോ 2 ദിവസം കഴിഞ്ഞിട്ടില്ല. എന്താ ചേട്ടാ നടക്ക് നടക്ക്. ചാടിയിട്ടുണ്ട്. ആ ക്രിസ്റ്റോയെ മൈക്കലിനെ കാണാനില്ല. നിന്റെ കൂടെ ഉള്ളവനെ കാണാനില്ലല്ലോ. എനിക്കറിയാം, എല്ലാരും വിളിക്കും. ചേട്ടാ എന്താ പ്രശ്നം എന്തെന്നൊന്ന് പറഞ്ഞോ, സംഭവം പറഞ്ഞോ. അമ്മരെല്ലാം ആ സൈഡിലോട്ടാ പോയിരിക്കും. ഒന്നിനെ വെറുതെ വിടാം. വേഗം. എടാ ഉണ്ണി ഉണ്ണി പണിക്കരേ പണിക്കരേ. ഓ എല്ലാരും വന്നോ? ഉണ്ട് നടക്കടാ. വിഷുവിന് വന്നോ? അതൊക്കെ സൗണ്ട് ഉണ്ടാക്കാതെ കുറച്ചുപേര് ആ സൈഡിലോട്ട് നോക്കി. മുന്നിൽപ്പെട്ട വിശ്വം ചേട്ടൻ വിളിച്ചോന്ന് കാണിച്ചു കൊടുത്തേ. എല്ലാരും ഉണ്ട്. അതെ, നമ്മൾ ആരെ പിടിക്കാനാ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയാണെന്നല്ല ഞാൻ എന്തായാലും പിടിക്കും. കൂട്ടത്തുള്ള ഒരുത്തിന് പണി ചെയ്തിട്ടാണ് അമ്മമാര് ഞാനും വിശ്വട്ടനും കൂടെ ഇന്നത്തോടുകൂടി അവരെ കഥ കഴിക്കണം. എനിക്ക് തുറയ്ക്കണം. ആള് മാറിപ്പോ നിന്നെ ഒരു വെട്ടം കാണുന്നു. മുമ്പാരൊക്കെ രാത്രി എവിടെ പോയി കിടക്കാം? മക്കളിന് ഉറങ്ങാൻ സമ്മതിക്കില്ല. എവിടെ പോയി അന്വേഷിക്കാം? വാക്കും കേട്ട് നിങ്ങൾ പറ, ഇങ്ങോട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. നിങ്ങളെ വിശ്വാസം ഞങ്ങൾ ഇറങ്ങി വരുന്നത്. അങ്ങോട്ട് അയ്യണോ കുറച്ച് എന്റെ സാറേ, നാളെ നേരം വെളുക്കുമ്പോ എന്റെ രഞ്ജുവിനെ കിട്ടിയില്ലെങ്കിൽ ഒരുമാതിരി കോപ്പിലെ ഏർപ്പാടാട്ടോ. എന്ത് സമാധാനം? നാളെ നേരം വിളക്കുമ്പോഴത്തേക്ക് ചെറുക്കനെ കിട്ടിയില്ലെങ്കിൽ പോലീസാണ് മറ്റാണെന്ന് ഞാൻ നോക്കൂല. അറിയാലോ, നിങ്ങൾ കൊട്ടേഷൻ അവിടെ നടക്കത്തുള്ളൂ. സാറന്മാരും കുറെ സാമ്യമാരും എല്ലാത്തിനും തലയാഴ്ച പൊട്ടിക്കും ഞാൻ.
അങ്ങോട്ട് പോ. ഞാൻ നോക്കിക്കോളാം. നീ അപ്പുറം പൊക്കോ. പോ. അപ്പുറം ഞാൻ അനങ്ങാൻ പാടില്ല. അവന്റെ കയ്യും കോലും കിട്ടറ. അവന്റെ അങ്ങനെ പൊട്ടിക്കടന്റെ പേട്ടിക്കൊക്കെ കൊട്ടുറ. കൊറേ നാളായി ഇങ്ങനെ കളിക്കുന്നു. അവസാനം ചട്ടമ്പി പേര് വന്നതെന്നറിയാമോ? ഞാൻ ചട്ടമ്പി തന്നെ കാണിച്ചിട്ടുണ്ടോ? നീയൊക്കെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് എടുത്തോണ്ടോ ഞാൻ? അതാണ്ടാ എനിക്ക് പേര് വന്നു ചട്ടമ്പി എന്ന്. പേരട്ടി കൊടുക്കണ ചവിട്ടോണ്ട അവന്മാരെ പോലെ കൊട്ടുറ. മുണ്ടയ്ക്ക് ഞാൻ പിടിക്കണം. അനങ്ങാ വിട്ടോടാ. സ്വാമിയെ വിളിക്കാൻ ആരൊക്കെ പോയത്? കുറെ സമയമല്ലോ. ആ മാണി മുങ്ങിയോ? കാണുന്നില്ലല്ലോ. അതാ കുഴിയെല്ലാം കാണും. ആ സ്വാമി ഇപ്പോഴെങ്ങനെ വരും കേട്ടോ? 3-4 മണിക്കൂർ ആവുമെന്നാ തോന്നുന്നു. ചേട്ടാ നിങ്ങൾ ഉറങ്ങിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. നീ ഒന്ന് ഉറങ്ങിപ്പോരുത്. ശരിക്കും കൊടുത്തു അല്ലേ? പിന്നെന്താ നാക്കില് സ്വാമി? മറ്റേ മാണിനെ കാണുന്നില്ലല്ലോ സ്വാമി. ഒരുത്തനെയും കാണൂല. വിശ്വട്ടാ വാ. എനിക്ക് ജീവനില്ല.
അയ്യോ എന്റെ അമ്മേ. എങ്ങനെയത്? എന്റെ കർത്താവേ. ഒറ്റ ഒരാൾ ഓർക്കരുത്. ശരി ശരി സ്വാമി. മനസ്സിലായി? ഒരാള് പോലും അറിയരുത്. ശരി ശരി ആയി സ്വാമി. കുഞ്ഞറിയരുത്. ആയി. വേഗം മാറ്റവരെ. വാ നോക്കാം. വാ. ഇനി ഒറ്റ ഒരുത്തനെടുന്ന് പുറത്തിറങ്ങാൻ പാടില്ല. വിശ്വട്ടം വന്നേ. സ്വാമി മാറ്റിയല്ല, അനിയപ്പെട്ടത് മാറ്റി. ഇനി എന്ത് ചെയ്യും വിശ്വട്ടാ? വേഗം അയച്ചോ അയച്ചോ. പിടിച്ചേ വിശ്വട്ടാ, പിടിച്ചേ. മാൻ. പ്രശ്നമായില്ല വിശ്വട്ടാ. വാ. എഴുന്നേപ്പിക്കടാ എല്ലാവരും. ശരി സ്വാമി. എണീക്ക്. എണീക്ക്, 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 എണീക്ക്. മതി മതി പറഞ്ഞു മതി. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഒരു കൂസലില്ലാതെ ഇരിക്കുന്നുണ്ടല്ലേ? ആർക്കും വേണ്ടാത്ത നിങ്ങളെയൊക്കെ ഒരു പുതു മനുഷ്യരാക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ ഒന്നും കയ്യിൽ നിന്ന് ഒരു നയാ പൈസ പോലും വാങ്ങിക്കാതെ ഞാൻ സംരക്ഷിച്ചത്. അവസാനം കത്തിയും വാളും കടാരയെടുത്ത് കുരുക്ഷേത്ര ഭൂമിയാക്കിയില്ലടാ നീയൊക്കെ ഇതിനെ. ചോര വീഴ്ത്തി യുദ്ധം ജയിക്കാൻ പറയാൻ ഞാൻ ശ്രീകൃഷ്ണനല്ല, എന്റെ പാരമ്പര്യം നീയൊക്കെ ഇല്ലാതാക്കിയത്. വനവാസം കഴിഞ്ഞെന്ന് വിചാരിച്ചോ? പട്ടാഭിഷേകം ഇതിന് പുറത്ത്. എന്റെ ഒന്നും ചെലവിൽ ഇനി ഇതിൽ ഒരാൾ കാണില്ല. മനസ്സിലായടാ? ഇന്ന് രാത്രി എല്ലാരും ഇവിടുന്ന് പോയിക്കൊള്ളണം. മനസ്സിലായോ? നിനക്ക് മനസ്സിലായോ? വിശ്വാ എല്ലാത്തിനും പറഞ്ഞോട്. പെട്ടെന്ന് ഒറ്റ ഒന്നിനെ കണ്ടുപോകും. മതി മതി മതി. എണീക്ക്, എണീക്ക്, എണീക്ക്. മതി മതി. നിങ്ങള് മതി, ഉറക്കല്ല. മതി, എണീച്ച. എഴുന്നേര് മാമ. എണീക്ക്. വാ 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 വാ. ബാഗും സാമാനമൊക്കെ ഞങ്ങൾ അങ്ങ് ഗേറ്റിന്റെ അവിടെ വലിക്കണ്ട. മതി. കഴിഞ്ഞതിന്റെ ഒക്കെ പ്രവാസം. അങ്ങോട്ട് പോ. എഴുന്നേറ്റ് പോ. പുറത്ത് കഴിഞ്ഞു. ഗേറ്റിന് പുറത്തല്ല. പോ പോ. സമസ്താപരാധവും പൊറുക്കണമെന്ന് സ്വാമി. ആരാ? അമ്മേ. വിശ്വനോടെ? വിശ്വൻ മറ്റേ വയ്യാത്ത ആളെ വണ്ടിയേറ്റിവിടാൻ പോയി. എല്ലാരും പോയോ? ആ എല്ലാരും പോയി. ഇല്ലല്ലോ, ഒരുത്തനിലേക്ക് വയ്ക്കാത്ത. അവനും കൂടെ പുറത്തിറങ്ങ്. പെട്ടെന്ന് പോ. മാറിയെ വിളിക്ക്. വിളിക്കാം സ്വാമി, ഇപ്പൊ വിളിക്കും. പെട്ടെന്ന് പോ. സമസ്താപരാധവും പൊറുക്കണേ. എന്തെന്ന് വിശ്വട്ടെ, ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങളല്ലേ? മാരി, ആ 2 പോലീസുകാര് വന്നിട്ട് എന്തെല്ലാം എന്തെല്ലാം. മാരി മാരി എന്ത് പറ്റി മാരി? മാരി ഇതെന്തന്നെ? അയ്യോ അയ്യോ ഇറങ്ങുന്നില്ലല്ലോ. അയ്യോ ഇപ്പം ഞാനാ ശരിക്കും വഴിയാധാരമായത്. ഞാനുള്ളിടത്തോളം കാലം നിങ്ങൾ രണ്ടുപേരും വഴിയാധാരമാവില്ല. എനിക്കുണ്ടൊരു വീട്, അതിന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണോ? വാ, എൻ്റെ കൂടെ വാ. എന്തെല്ലാം പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നെന്ന് അറിയാമല്ലോ. വാ, എൻ്റെ കൂടെ വരാൻ. അവനെ കൂടി വിളിക്ക്. വരാൻ. നമ്മൾ നന്നാവാൻ വേണ്ടിയല്ലേ തീരുമാനിച്ചത്, അതിനു വേണ്ടിയല്ലേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ. വാ, വരാൻ. ചേട്ടൻ ഇങ്ങനെ നിർബന്ധിച്ച വരാൻ. അവനെ കൂടി വിളിക്ക്. വാ. ഇതൊക്കെ
ഒരു കാലത്ത് നമ്മുടെ ആയിരുന്നു. എന്ത് പറയാൻ, ചുറ്റും കഴുകന്മാരാണ്. എന്തുണ്ടായിട്ടെന്ത്, ഒരു കാര്യമില്ല. നിങ്ങളെ റാഞ്ചാൻ വന്ന ഒരു കഴുകന് ഞാൻ 8ന്റെ പണി കൊടുത്തിട്ടുണ്ട്. നീ എന്താ പറഞ്ഞ? മാണിയെ കൊന്നെന്ന്. പറഞ്ഞ പൈസയൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. എൻ്റെ ഫോണോ? വെച്ച് താമസിപ്പിക്കരുത്. ഇതിൻ്റെ ഇടയിൽ നീ എന്നെ വിളിക്കാൻ നിൽക്കരുത്. ഹലോ, ആ അവരിടത്തോട്ട് കയറിയിട്ടുണ്ട്. ഇന്നൊന്ന് പേടിപ്പിച്ചാൽ മാത്രം മതി. ഓക്കെ. ഇല്ലെങ്കിൽ ചേട്ടനവന്മാർ അവിടെ ഇട്ട് ചേട്ടാ ഒന്ന് പതിയെ പോയേട്ടാ. എന്തൊരു സ്പീഡാ നിങ്ങൾക്ക്. എന്താ വയ്യേ? പതിയെ നടക്കാൻ അവനെ പിടിയടാ. മുള്ളുണ്ട്. എന്നാലും ആരായിട്ട് ഇന്നലെ നമ്മളെ പണിയാൻ വന്നത്? അതിന്റെ ആളിപ്പോ വരും. ചേട്ടാ ഒന്നുമില്ല, ഇപ്പൊ വരാം. ആരടാ അത്? നോക്ക് നോക്ക്. ഇങ്ങോട്ടോ എന്തായി ബേബി? ചേട്ടമ്പി, പിന്നെ ഇന്നലെ നിങ്ങൾ തല്ലാമെന്നില്ലേ? ആരും നല്ല ധാരണയില്ല. ഇല്ല. ക്രിസ്റ്റഫറും മൈക്കിളും. ക്രിസ്റ്റഫറും മൈക്കിളും അല്ലേ? 2 കവല ചട്ടമ്പികളാ. അത് ശരി. എനിക്കറിയാവുന്ന ടീമാ. നിങ്ങൾ സ്വത്ത് കെട്ടാൻ പരിപാടി. ഇവിടെ സംരോഗയിൽ കിടന്നവന്മാരാണ്. ഈ ടീമുണ്ടല്ലോ, ആരും നിങ്ങൾ അവിടെ കിടന്നു കൊണ്ടുവന്നു. നിങ്ങൾക്ക് അവർ അഡ്രസ്സ് അറിയോ? ഇല്ല. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. എല്ലാവരും വിശ്വസിക്കില്ല. ഈ ടീമിനെ നമ്പാൻ പാടില്ല. ഏത് ടീമെന്നാണ് നിങ്ങൾ ഇവർ കൂടെ കൂട്ടുന്നത്? നിങ്ങളെ ചോറില്ലേ കുറേ ഉണ്ടോനാന്ന് ഞാൻ ഈ ബേബി. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ശ്രദ്ധയുണ്ട്, നിങ്ങൾക്ക് ഇല്ലെങ്കിലും. നിങ്ങൾ പേടിക്കണ്ട, ഞാനുണ്ട്, ബേബി ഉണ്ട്, പോരെ? അപ്പം അങ്ങനെ ഓക്കെ കേട്ടാ? ഇതാരുടെ പോലീസ് പോലാണോ? പട്ടാളം. എന്തോ ചേട്ടാ, എന്താ പറ്റി? ഇങ്ങനെ വന്ന വഴിയില്ലേ അത് എനിക്കിട്ട കിട്ടിയ അവർക്കെന്നെ അറിയില്ല. കാണിച്ചു കൊടുക്കുന്നേ. അവർക്കെന്നെ അറിയില്ല. ലോകച്ചട്ടമ്പി ആരാണെന്ന് അറിയില്ല. അവരെ ഞാൻ ജീവനോടെ വിടില്ല. വിടില്ല ഞാൻ വിടില്ല. ഞങ്ങളൊക്കെ ഇല്ലേ? നമുക്ക് നോക്കാം. സമാധാനിക്കും. പോവാം. ചട്ടമ്പി ഇവിടെ ഉണ്ട്. ചട്ടമ്പി വാടാ ക്രിസ്റ്റോ, രണ്ടുപേരും വാ. ഞാൻ വിചാരിച്ചാലും ഒരു ദിവസം മുമ്പേ നിങ്ങൾ എത്തിയല്ലേ? ഇത് ശരിയുള്ള പിന്നെ ഒട്ടും കുഴൽവെളിയും ആളെന്നെ പോകുന്നില്ല. കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. നീ എഴുതി വെച്ചേക്കുന്ന പത്രം ഉണ്ടല്ലേ, അതൊന്ന് ക്യാൻസൽ ചെയ്തേക്ക്. ഒരു ചോദ്യം, ഒറ്റ ചോദ്യം. നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതിന്റെ പിന്നെ എന്റെ ഭാര്യ എന്ന് പറയുന്നവൾ കൂടെ ഉണ്ടോ? അതാണ് എനിക്കറിയണ്ട. എന്റെ സ്വത്ത് ഞാൻ ഇഷ്ടമുള്ളവർക്ക് എഴുതി കൊടുക്കണം. 3 മാസം ഗർഭിണിയായ ഒരു പെണ്ണിനെ പച്ചക്ക് തിന്നവരാ ഞങ്ങള്, അറിയോ നിനക്ക്? അതൊക്കെ നിങ്ങളുടെ നാട്ടില്, അതൊക്കെ നിന്റെയൊക്കെ രീതി. നീയൊക്കെ ഞങ്ങൾക്ക് വെറും ചീള് കേസാടാ. അതുകൊണ്ട് ദേവി, വാടാ.
എന്റെ നാട്ടിൽ വന്ന് എന്നെ കബഡി അടിച്ച് തോന്നിട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചാടാ. ഞങ്ങളെ കൊന്നിട്ട് കൊണ്ടുപോകാം. ഇവിടെ ഉണ്ടെന്ന് ഒറ്റവൻ തന്നെ കത്തിയുമായിട്ട് നമ്മൾ നേർക്കും. ആ കൊള്ളാം, കളർഫുൾ ആയിട്ടുണ്ട്. കളറായിട്ടില്ല, ഇപ്പൊ ആവും. നല്ല ചുവപ്പ് കളർ ഞങ്ങളാക്കി തരാടാ. കളറ് ചട്ടമ്പി എനിക്കുള്ളത് നീ അടിക്കുന്നു. ഞങ്ങളുള്ളിടത്താണ് നിന്നെയൊക്കെ വരുത്തിയത്. ഒറ്റയ്ക്ക് കിട്ടാൻ കാത്തിരിക്കുകയാണ്. നിന്നെ കൊല്ലാൻ ഞാനൊരുക്കിയ കണിയാണിത്. എന്നെ ഒഴിവാക്കി നീ അവനെ എവിടെ കൊണ്ടുപോകുന്നത്?
തന്നെയാണ് കിട്ടേണ്ടത്. പുറകിലോട്ട് നോക്കണം. നിനക്കെന്നെ കൊല്ലണോടാ. എന്നെക്കാളും വലിയവന്മാർ വിചാരിച്ചിട്ട് നടന്നില്ല. കൊല്ലണോ അല്ലടാ നിനക്കെന്നെ? കൊല്ലണോ? കൊല്ലു നീ എന്നെ. ചത്തടാ നീ, ചത്തടാ. അറിയോടാ നിനക്കവനെ? അറിയോടാ? മാണി സാറേ, വീടും പരിസരമൊക്കെ കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാത്ത ടൈമാണെന്ന് തോന്നുന്നത് കേട്ടോ. ജീവിച്ചു പോകാനുള്ളതൊക്കെ ഉണ്ട്. സംസാരിച്ചു നോക്കാം സാർ. മാമ റസീര് വീടാണോ ഇത്? അതെ. തൻ്റെ പേരെന്തോന്നാ? എൻ്റെ പേര് നൗഫൽ. താൻ എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുകയാണ്. എവിടാ? ഇവിടെ അടുത്ത് തന്നെ പ്രൈവറ്റ് ആയിട്ടൊരു IT ആയിട്ട് പോവാണ്. വേറെ ആരൊക്കെ ഉണ്ട് ഇവിടെ? വേറെ ഇവിടെ ഉപ്പയും ഉമ്മയും ഉണ്ട്. ഉപ്പയും ഉമ്മയും ഉണ്ട്. വേറെ ആരും ഇല്ലേ? ഇതൊക്കെ ആരുടെ വസ്തുക്കളാ? ഇതെല്ലാം നമ്മുടെ വസ്തുക്കൾ തന്നെയാണ്. സ്വന്തമാണല്ലേ? പിന്നെ ആ മേളിലുള്ള കുറച്ച് ഭാഗം മോന്റെ പേരെന്താടാ? റിസ്വാൻ. ആ, റിസ്വാൻ. എത്രാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു? ഏത് സ്കൂള്? ഇവിടെ ഇവിടെ അടുത്ത് തന്നെ അല്ലേ? പേരില്ലേടാ? GHS ബെല്ല. ആ, അത് ശരി. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ആക്സിഡൻറ്റിലാണ് സഹോദരി മരിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടെല്ലാം ശരിയായിട്ടുണ്ട്. കോടതിയിൽ മറ്റു റിപ്പോർട്ടൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ താൻ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങി ഈ മോൻ്റെ കാര്യം. ഈ മോൻ മാത്രമേ ഉള്ളൂ? ഒരു മോനേ ഉള്ളൂ? ഒരു മോനേ ഉള്ളൂ. ഓക്കെ ഓക്കെ. മോൻ്റെ കാര്യമൊക്കെ നോക്കി നേരെ നല്ല രീതിക്ക് ജീവിക്കാൻ നോക്കി കേട്ടോ. അവനെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ സാറേ. ഇനി ഉമ്മച്ചി വരൂലേ മാമ? മാമൻ കള്ളം പറഞ്ഞ ഉമ്മച്ചി വരുമ്പോ ഒരു സൈക്കിളൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അവനോടാ ഇരിപ്പുണ്ടല്ലോടാ പിള്ളേയെ കളിപ്പിച്ചോണ്ട്. സാറുള്ളപ്പോ ഞങ്ങളെന്ത് പറയാൻ? എന്തിനുള്ള പുറപ്പാടാടാ നിന്റേത്? നിന്റെ അടുത്തൊന്ന് പറഞ്ഞതല്ലേ? നീയൊക്കെ നമ്മളെ ഞാൻ പിടിക്കുന്നോ? ആണോ? ആക്സിഡന്റ് ആണ് നിന്നോട് പറഞ്ഞോടാ. അതിന്റെ റിപ്പോർട്ടൊക്കെ അയച്ചിട്ടുണ്ടോ കോടതിയിൽ? ഇനി നിങ്ങൾ എന്തൊക്കെ റിപ്പോർട്ട് അയച്ചാലും എന്റെ കണ്ണുകൊണ്ട് കണ്ടതിന് എനിക്ക് മറക്കാൻ പറ്റില്ല. നീ എന്തുണ്ടാക്കിയതാണ്? നീ എന്ത് കണ്ടു? നടന്നതെല്ലാം ഞാൻ കണ്ടു. നീ കണ്ടാല് ഇവനെ ഒരു പുല്ലും ചെയ്യാനില്ല. മനസ്സിലാവുന്നുണ്ടോ? അവൻ ലൈസൻസ് ഉണ്ട്. നിയമം എന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ യവന്മാരെല്ലാം അതിന്റെ അനുഭവിച്ചിരിക്കും സാറേ. നിന്നെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ നല്ല വഴിക്ക് അന്ന് നമ്മൾ വന്ന് പറഞ്ഞിട്ട് പോയതാണ്. ആ കൊച്ചിന്റെ മോൻ കൂടി ആലോചിച്ചാണ് നമ്മളന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് അനങ്ങാൻ സമ്മതിക്കത്തില്ല നമ്മൾ. മനസ്സിലായി? ജീവിക്കാൻ നോക്കാൻ പറഞ്ഞില്ലടാ നിന്റെ അടുത്ത്. നിനക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ? നമ്മൾ കളിക്കുന്നെന്നാണ് നീ വിചാരിച്ചേ? 3 മാസം കൈ ചൂണ്ടാടാ, കൈ ചൂണ്ടാടാ. 3 മാസം ഗർഭിണിയായ എന്റെ
നിനക്ക് വിഷമമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. വിഷമം മനസ്സിലായി. നിന്റെ സൗകര്യം മരിച്ചതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അതാണ് ഇത്ര ക്ഷമിച്ചത് ഈ കുഞ്ഞിനെ ഓർത്ത്. ഇതല്ല നീ മുന്നോട്ടാണെങ്കിൽ നീ പിന്നെ വീട്ടിൽ വെളിയിറങ്ങത്തില്ല. അങ്ങനെ പറ്റുള്ളൂ. പറ്റിപ്പോയി, അവളെ ജീവിതം അങ്ങനെ ആയി. ഇനി അതിന്റെ ഈ കുഞ്ഞിന്റെ അടുത്താണ് നിന്നെ വെറുതെ വിടുന്നു, അല്ലെങ്കിൽ അന്നേ നിന്നെ ചവിട്ടി കൂട്ടിയാണ് കേട്ടോ. എടാ കൊച്ചനെ, അറിയാം, എല്ലാം അറിയാം, മനസ്സിലായോ? നീ ഓവറായിട്ട് റോള് കാണിക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ നിനക്ക്? ഇനിയുള്ള കാലമെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. നിന്നോട് ഞാൻ അന്നേ ഒന്ന് പറഞ്ഞതാണ് സുകുമാർക്ക് ഒരു കാര്യവും വിഷയമല്ല എന്നുള്ളത്. നീ പറഞ്ഞത് കേട്ടാൽ നിനക്ക് കൊള്ളാം. ആ കുഞ്ഞിനെ കൂടെ നോക്കി നീ ജീവിക്കാൻ നോക്ക്. മനസ്സിലാവണോ പറഞ്ഞത്? പോട്ട് സാറേ, വേണ്ട സാറേ, ചെല്ല് ചെല്ല് ചെല്ല്, പോട്ട്. ശരിയാക്കാം കേട്ടാ. നമുക്കൊന്ന് കാണാം കേട്ടോ, ഇപ്പോഴല്ല പിന്നെ. ശരിയാവണ കോളില്ല സാറേ, ഒന്ന് കൊടുത്തിട്ട് വന്നാൽ വേണ്ട സാർ, അല്ലെങ്കിൽ വേണ്ട. എന്നെങ്കിലും ഒരിക്കൽ നിന്നെ കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കോടാ. അന്ന് നീ അനുഭവിക്കോടാ. വേണ്ട വളരണ്ടെന്ന് കരുതി കേട്ടോ. ആ ഒറ്റ കാരണത്തിലാണ് നീ ജീവനോടെ ഇവിടെ നിൽക്കുന്നത്. അവനെ വിളിച്ചോണ്ട് പോടാ. അത് ഓർമ്മ വേണം. ഒന്നുമില്ല, ചുമ്മാ. സാറേ വരണം, മര്യാദയ്ക്ക് ഞങ്ങൾ വരണം കേട്ടോ, മനസ്സിലായോ? നിനക്കിനി ജീവിക്കണമെന്നുണ്ട്. വേണ്ട സാറേ, മതി മതി, കൊച്ചു വേറലും സാറേ. അല്ലാതെ നമ്മുടെ ഉണ്ടാകാൻ നീ വരണ്ട. വെളിയിറങ്ങ കേട്ടാ. കൊച്ചിന്റെ മുഖം നോക്കി എല്ലാം മനസ്സിലായി. നോക്കയുടെ കാര്യമല്ല, നോക്കാൻ ബുള്ളറ്റില്ല കളിയാ. ചാവി നീ അവിടെ കിടന്ന് വലിയ ഷൈൻ ചെയ്യുന്ന ഇങ്ങോട്ട് പോടോ, കളി ഞങ്ങൾ പഠിപ്പിക്കാം. പിന്നെ നീ ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, എല്ലാം ഇവിടെ അവസാനിപ്പിച്ചോണം. ഇനി ഒന്നുകൂടെ ശ്രമിച്ചാ അറിയാലോ ഞങ്ങളെ, നിന്നെയും കൂടെ അങ്ങ് തീർക്കും ഞങ്ങള് കേട്ടോ. അതുകൊണ്ട് ഇല്ലെങ്കിൽ കൊന്നോളാം നിന്നെ ഞാൻ. വണ്ടി എടുത്തോണ്ട് പോടാ. അവന്റെ ഒരു ഹൈക്കോടതി, നമ്മളാണ്ട കോടതി അവൻ കണ്ടിട്ടില്ല. തോലച്ചാളെ നിന്നെ ഞാൻ കേട്ടോ, അവസാനിപ്പിച്ചോണല്ല, മനസ്സിലായോ? കണ്ടില്ല കുടുംബം വിറ്റിട്ടാണെങ്കിലും നിന്റെയൊക്കെ കാര്യം ഞാൻ തീർക്കോടാ, തീർക്കും. ഇതാരാണെന്ന് നിനക്കറിയോ? നീയൊക്കെ പിച്ച് ചീന്തിയില്ലേ? എന്റെ റസിയുടെ വയറ്റിലൂടെ കൊച്ചിന്റെ തന്തയാടാ ഈ ജനീസ്. അപ്പൊ നീയോ? നിന്റെയൊക്കെ കളിയിലെ ശിഖണ്ഡി അല്ലടാ ഞാൻ. സ്വന്തം പെങ്ങളെ പിച്ച് ചീന്തി കൊന്നവന്മാരെ കൊല്ലുന്ന കളിയിൽ ധർമ്മോ അധർമ്മൊന്നുമില്ല. അവിടെ ഒന്ന് മാത്രം, മരണം, മരണം മാത്രം. എടാ, എങ്ങോട്ടാടാ എന്നെ കൊണ്ടുപോകുന്നത്? എന്തേലും ഒന്ന് പറ, വാ തുറന്ന് പറ. അണ്ണാക്കിലോട്ട് എന്താ കുത്തി ഇടിച്ചു കയറ്റിയേക്കുന്നത്? അങ്ങോട്ട് എവിടെയാടാ എന്നെ എന്താ അപരാധമാണ് കാണിക്കുന്നത്? എടാ എടാ കൊണ്ടുപോടാ, എന്റെ കെട്ടഴിച്ചിട്ട് പോടാ. അയ്യോ അയ്യോ അയ്യോ. നീയൊക്കെ ഒരു ഗർഭനെ പിച്ച് ചീന്തി കൊന്നിട്ട് ഇവിടെ ഒന്ന് സുഖിക്കണം.
നിന്റെ വക ഒന്ന് ഇപ്പൊ ക്രിസ്ത്യാനി തീർക്കും. നീ തീർന്നടാ. പോയി നോക്കടാ. തള്ളയും തന്നെ അനിയനെന്നല്ലേ പറഞ്ഞത്. അവനെ കൂടി വിളിച്ചോണ്ട് പോ. അവനെ നോക്ക്. ഓ നീ കൊന്നല്ലടാ. ഓ എന്റെ നീ കൊന്നല്ലേ? കൊള്ളാം. അപ്പൊ ചട്ടമ്പിയുടെ വക 2. പിന്നെ തന്തയും തള്ളയൊക്കെ നോക്കണം. ജീവിക്കണമെങ്കിൽ കാശ് വേണ്ട ചേട്ടാ. അപ്പൊ എങ്ങനെയാ, പോയാലോ? ചത്ത ചത്ത് മലച്ച് മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലെ. ചട്ടമ്പി നിന്നെ കൊല്ലുന്നത് എന്തിനാണ്? പിന്നെ പറഞ്ഞ ചത്തടാ ചട്ടമ്പി ചത്തടാ. 13 പേരെയും കൊണ്ട് വീട് കത്തിക്കാറിങ്ങിയ ചട്ടമ്പി. ഇത്രേ ഉള്ളൂ. സ്വന്തം ഭാര്യയും മക്കളെ നോക്കാൻ കഴിയില്ലാത്തവനാണ് നമ്മളടുത്ത് വന്ന് ആളാവണേ. നിന്നെ തീർത്തു കഴിഞ്ഞാ പിന്നെ എനിക്കെന്തിനാടാ കത്തി? ഇത് നീ തന്നെ വെച്ചോ. വാടാ. നീ ഹാപ്പി അല്ലടാ നോബലെ? ഒരു പണിയേറ്റാ ഞങ്ങളത് ചെയ്തിരിക്കും. ചേട്ടാ എന്തായി? പറഞ്ഞ കാശിന്റെ കാര്യം എന്തായി? ഇവന്റെ കാര്യം എങ്ങനെ ഡീൽ ചെയ്യേണ്ടത്? 5 പേരെ സ്കെച്ച് ചെയ്തിട്ടുള്ളൂ. അതിൽ പോലീസ് സാറന്മാരും ഉണ്ട്. എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല ചേട്ടാ. ഇത്രയും വലിയ വീടും വസ്തും വെച്ചിട്ടാണോ 5 പേരെ കൊല്ലാൻ 5 ലക്ഷം കൊണ്ട് വന്നേക്കുന്നത്? എൻ്റെ പെങ്ങളുടെ ആഭരണം വരെ വിറ്റ പൈസയാണ് ചേട്ടാ. മോനെ, കാശിന്റെ കാര്യത്തിൽ ഒരു സെന്റിമെന്റ്സും ഇല്ല. എൻ്റെ പെങ്ങളുടെ മയ്യത്തിന് അവന്റെ ഒരു പെങ്ങള് അതൊന്നും നടക്കുന്ന കാര്യമല്ല. നീ ഒന്ന് സമാധാനപ്പെടാ. നീ കരയല്ലേ? പോട്ടെ. നീ ചുമ്മാ സെന്റിമെന്റ്സ് ഒന്നും വീട്. ഇതൊന്നല്ല, പോലീസുകാരുൾപ്പെടെ 5 പേരെയാണ്. 5 പേരെ കൊന്ന എനിക്ക് ഇവനും പുണ്യം കിട്ടാനൊന്നും പോകുന്നില്ല. അത് നീ ആദ്യം മനസ്സിലാക്കണം. അവളുടെ കൊച്ചിനെ കണ്ടില്ല ചേട്ടാ. അയ്യോ, അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. പക്ഷേ നമ്മുടെ വിഷയമാണ്. 50 ലക്ഷം കിട്ടണം. 50 ലക്ഷം ആലോചിക്കും. ചേട്ടാ ചേട്ടാ ഇത് വാങ്ങണം ചേട്ടാ. ചേട്ടാ 50. ബാക്കിയുള്ള ഞാൻ എങ്ങനെയെങ്കിലും തരാം ചേട്ടാ. നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരാൾക്ക് ചേട്ടാ. എന്ത് വീട്ടായാലും ഞാൻ തരാം ചേട്ടാ. എന്നെ പോലെ കാണണം ചേട്ടാ. നീ എന്തെങ്കിലും കാണിച്ചു കൊടുക്കും. എനിക്ക് വേറെ വഴിയില്ല ചേട്ടാ. അവന്മാര് 3 പേരും കൂടി എൻ്റെ കുടുംബത്തെ അവസ്ഥയിലാക്കി. എന്നിട്ടിപ്പോ അവരെന്റെ മുമ്പിൽ കൂടെ ഞെളിഞ്ഞ് നടക്കുന്ന കാണുമ്പോ സെന്റിമെന്റ്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. അവരുടെ ഫോട്ടോ ഉണ്ടോ? ഉണ്ട് ചേട്ടാ, ഉണ്ട്. ഫോട്ടോ എടുക്കടാ. ചേട്ടാ, ഇവര് ഈ പോലീസ് വണ്ടിയിൽ ചാരിയിരിക്കുന്നവരാണ്. യുവമാരാണോ? ഇപ്പൊ എവിടെയുണ്ട്? ഇപ്പൊ അവന്മാര് ഒരു നോഹച്ചട്ടമ്പിയുടെ പിറകെയാ. ഓക്കെ, ഇത് നമുക്ക് ചെയ്യാം. ചേട്ടാ ശരി, നീ പോയി. ചേട്ടാ എന്നെ സഹായിക്കണം. കുഴപ്പമില്ല, ശരിയാക്കാം. നീ പൊയ്ക്കോ. നീ വന്നോടാ, ഞങ്ങളേറ്റ്. ഈ കൂട്ടത്തിൽ നോഹച്ചട്ടമ്പിയെ കൂടെ കിട്ടുവാടാ. കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ അവനെ കിട്ടിയാൽ നമുക്ക് ലാഭം. ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് ഇനി ഇതിന്റെ പിറകെ. ഓക്കെ.
എന്തിനായിട്ട് അയാളെ കുത്തിയത്? അതൊക്കെ വേറെ കഥ മോനെ, നീ ഇപ്പൊ കണ്ടതല്ല കഥ. ബാപ്പ എഴുന്നേക്ക്. തൊണ്ടച്ചന്റെ തുമ്മാന്റെ പാക്ക് നിങ്ങളാരും കണ്ടോ? തൊണ്ടച്ചന്റെ തുമ്മന്റെ പാക്ക് നിങ്ങളാരും കണ്ടോ? നാലു കള്ളിയുള്ള തുമ്മന്റെ പാക്ക് നിങ്ങളാരും കണ്ടോ? നാലു കള്ളിയുള്ള തുമ്മന്റെ പാക്ക് നിങ്ങളാരും കണ്ടോ? തൊണ്ടച്ചന്റെ പാച്ചക്കുരിയ നിങ്ങളാരും കണ്ടോ? തൊണ്ടച്ചന്റെ പാച്ചക്കുരിയ നിങ്ങളാരും കണ്ടോ? അപ്പമുളച്ചിയും മിറ്റരിയും സൂക്ഷിച്ചു വയ്ക്കുന്ന പാച്ചക്കുരിയ നിങ്ങളാരും കണ്ടോ? അപ്പമുളച്ചിയും മിറ്റരിയും സൂക്ഷിച്ചു വയ്ക്കുന്ന പാച്ചക്കുരിയ നിങ്ങളാരും കണ്ടോ? തൊണ്ടച്ചന്റെ തൊപ്പിപ്പാള നിങ്ങളാരും കണ്ടോ? തൊണ്ടച്ചന്റെ തൊപ്പിപ്പാള നിങ്ങളാരും കണ്ടോ? കൂടെ പിറപ്പായ തൊപ്പിപ്പാള നിങ്ങളാരും കണ്ടോ? കൂടെ പിറപ്പായ തൊപ്പിപ്പാള നിങ്ങളാരും കണ്ടോ? തൊണ്ടച്ചന്റെ തുടങ്ങും കത്തിയും നിങ്ങളാരും കണ്ടോ? തൊണ്ടച്ചന്റെ തുടങ്ങും കത്തിയും നിങ്ങളാരും കണ്ടോ? കാണുന്ന കല്ലില് വായ്ത്തല
തൊണ്ടച്ചന്റെ മട്ടൽ ചെരുപ്പ് നിങ്ങളാരും കണ്ടോ? തൊണ്ടച്ചന്റെ മട്ടൽ ചെരുപ്പ് നിങ്ങളാരും കണ്ടോ? കാലിന്റെ ഭാഗത്തിൽ കുത്തിക്കെട്ടിയ ചെരുപ്പെങ്ങാനും 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 കണ്ടോ? 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 ചെരുപ്പെങ്ങാനും